അതെ നോക്കിയേ കുഞ്ഞു ചെമ്മീനാട്ടോ ഇന്ന് രാവിലെ കിട്ടിയേ. ഇതൊന്ന് നന്നാക്കട്ടെ. നന്നാക്കിയിട്ട് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളല്ലേ. അപ്പോൾ ഇതാ 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, 1/4 ടീസ്പൂൺ ഇല്ല, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ചീരകം, പാകത്തിനുള്ള ഉപ്പ് കേട്ടോ, ഒരു നുള്ളു പെരിഞ്ചീരകമാണ്. പിന്നെ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഇതൊരു മസാലക്കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്ത് മസാലയൊക്കെ പിടിപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരിത്തിരി മതി, വേവാൻ പാകത്തിനുള്ള വെള്ളം. എന്നിട്ട് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ വേവിച്ച് എടുക്കട്ടെ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പം വെന്ത് കിട്ടും കേട്ടോ. അപ്പം ചെമ്മീനൊക്കെ നന്നായി വെന്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിനെയും കാട്ടി കുറച്ചും കൂടി മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, 2 പച്ചമുളക് കീറി കുഞ്ഞിങ്ങനെ അരിഞ്ഞത്, ഉള്ളി, അതുപോലെ തേങ്ങ, കറിവേപ്പിലയും മല്ലിച്ചപ്പും കേട്ടോ. ഇനി ഞാൻ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി മിക്സിയിലേക്ക് ഇടുന്ന, അതുപോലെ തന്നെ തേങ്ങയും ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. അരച്ചെടുക്കരുത്, ഒതുക്കിയെടുക്കണേ. അപ്പം ഞാനിതൊന്ന് ഒതുക്കിയെടുത്തിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ഒതുക്കി മാറ്റി വെച്ച ശേഷം അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചു. അതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു വെല്ലുള്ളീൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. വലിയ ഉള്ളി ആയതുകൊണ്ട് അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ ഒന്ന് എടുക്കണേ. എന്നിട്ട് കുനുകുനാന്ന് അരിയണം കേട്ടോ. കുനുകുനാന്ന് അരിഞ്ഞിട്ട് വേണം ഇത് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച, അതായത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെരിഞ്ചീരകവും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീനും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. അതായത് ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കണേ. ഇപ്പം നമുക്ക് എല്ലാവരും വിചാരിക്കും നമ്മൾ ചെമ്മീനൊക്കെ ഫ്രൈ ആക്കൂല അതുപോലെയാണ്. പക്ഷെ അല്ല കേട്ടോ, അടയുണ്ടാക്കാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ അടയൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ അടയി ഭയങ്കര ടേസ്റ്റും കേട്ടോ. ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ചെമ്മീൻ ഇങ്ങനെ ആവുമ്പോൾ, പൊരിഞ്ഞ പോലെ ആവുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കുനുകുനാന്നരിഞ്ഞത് കേട്ടോ. പച്ചമുളകൊക്കെ എരിവിന് പാകത്തിന്, നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടെങ്കിൽ ഒരു പച്ചമുളക് ഇട്ടാലും മതി. അതുപോലെ തന്നെ മുളക് പൊടി നമ്മൾ ചെമ്മീനൊക്കെ വേവിക്കുമ്പോൾ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ തേങ്ങയൊക്കെ ഒതുക്കുന്നതിലും 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ കുറച്ച് എരിവ് കുറച്ചിട്ടാൽ മതി, വേണ്ടെങ്കിൽ ഇത്ര തന്നെ ഇടണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒതുക്കി വെച്ച തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒതുക്കി വെച്ചില്ലായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു 3-4 മിനിറ്റ് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി എല്ലാം ഒരുപോലെ പിടിക്കണം, ഉപ്പും ഇതും ഒക്കെ. ഉപ്പൊക്കെ ഈ തേങ്ങയിൽ ഇട്ടുകൊണ്ട് ഇതിലേക്ക് ഉപ്പിടണ്ട കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കണം പാകമാണോ എന്നൊക്കെ കേട്ടോ. അപ്പം നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. മസാലക്കൂട്ട് റെഡിയാവാനായി ഏകദേശം. അപ്പം ഇത് ഈ മസാലക്കൂട്ട് തന്നെ എടുത്തിട്ട് വേണമെങ്കിൽ ചോറും തിന്നാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് അപ്പം മസാലക്കൂട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെമ്മീനൊക്കെ വെന്തതാണല്ലോ. അപ്പം പിന്നെ അധിക നേരമൊന്നും അടുപ്പിന് വയ്ക്കേണ്ട. ഞാനിന്ന് അകത്താട്ടോ വെച്ചിരിക്കുന്നത്, ഗ്യാസിലാണ്. അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചക്കുറവുണ്ടെന്ന് തോന്നൂലേ. അപ്പം നല്ല മണം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് ഞാൻ ഒരു സാധനവും കൂടി ഇടാൻ മറന്നു പോയിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയി. വേറൊന്നുമല്ല, നമ്മൾ മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മാവ് എടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ പത്തിലിനൊക്കെ കുഴയ്ക്കുന്ന, അടയ്ക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം കേട്ടോ. പുഴുങ്ങലരി ഞാൻ എപ്പോഴും പറയുന്ന അരി തന്നെയാണ് കേട്ടോ. പുഴുങ്ങലരി പൊടിച്ച അരിയാണ്, നല്ല സോഫ്റ്റായിട്ട് സാദാ പച്ചവെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പം ഇതൊന്ന് കുഴച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാട്ടെ മസാലക്കൂട്ടും റെഡിയായി, അരിയും കുഴച്ചു. ഇനി അടുത്ത പരിപാടി എന്താണെന്നല്ലേ. അപ്പം നമുക്കിനി ഒരു വാഴയില മുറിച്ചിട്ട് അതിലേക്ക് പരത്തി കൊടുക്കാം കേട്ടോ. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയാക്കി 2 കൈയിലേക്കും പരത്തിയ ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ പരത്തി കൊടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതായത് ഇത് ചെറുതായി കേട്ടോ. എന്നിട്ട് ഈ 2 സൈഡിലും പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. നിങ്ങൾ പിരിക്കൊന്നും വേണ്ട കേട്ടോ. ഒട്ടും പൊട്ടിപ്പോവില്ല, പുറത്തേക്ക് മസാല വരുമില്ല. നമ്മൾ ഇത് വേവിച്ച് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഉണ്ടാവും. ഇത് ഭയങ്കര ടേസ്റ്റാണ്. കയ്യിൽ വെക്കുക, അതുപോലെ ബോളാക്കുക. ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിൽ എന്നിട്ട് ഇതുപോലെ കൈയും കൊണ്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക, റൗണ്ടാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കുക കേട്ടോ. മസാല വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈ അമർത്തി കൊടുക്കുക കേട്ടോ.
അമർത്തി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുത്താൽ മതി. തട്ടൻ ചിലവർ പിരിക്കുകയൊക്കെ ചെയ്യും, നമ്മൾ പിരിക്കുകയൊന്നുമില്ല. നമ്മൾ കോഴി അടയാട്ടോ പിരിക്കുക. അപ്പോൾ ഇത് കോഴി അടയല്ല, ഇത് കുഞ്ഞി അടയാണ്. കുഞ്ഞിതാകുമ്പോൾ ഇത് കുറേ വേണേം താനും. ഇത് ചിലവർക്ക്, ഞങ്ങൾക്ക് ഇന്നത്തെ രാത്രിയത്തെ ഭക്ഷണം കേട്ടോ ഇത്. ചിലവരിത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കും. ഈ ജോലിയൊക്കെ ഉള്ളവർ ഞായറാഴ്ച വൈകുന്നേരമൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ആവി കയറ്റി വെച്ചാലുണ്ടല്ലോ, തിങ്കളാഴ്ചത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയില്ല, അവർക്ക് ചോറിൻ്റെ പണി മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ ആദ്യം ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇങ്ങനെ അടയൊക്കെ തലേന്ന് ഉണ്ടാക്കിയിട്ട് ആവി കൊള്ളിച്ച് വെക്കും, എന്നിട്ട് രാവിലെ ഒന്ന് ചൂടാക്കുകയേ ഉള്ളൂ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉണ്ടാവില്ല, പിന്നെ നമുക്ക് കൊണ്ടുപോകേണ്ട ചോറിന് മാത്രമുള്ള പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് മസാലക്കൂട്ട്. ഇപ്പം ഞാനിതിൽ ചെമ്മീനാണ് ഇട്ടിരിക്കുന്നത്. ചെമ്മീന് പകരം നിങ്ങൾക്ക് ചിക്കൻ പൊരിച്ചിട്ട് കുനുകുനാന്ന് മുറിച്ചിട്ടിട്ട് ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ടിട്ടുണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മളെ മുട്ട വേണമെങ്കിലാക്കാം, കുനുകുനാന്നാക്കിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ബീഫാക്കാം. ഒന്നും വേണ്ടെങ്കിൽ പച്ചക്കറി ആക്കാം കേട്ടോ. പച്ചക്കറി ആയാലും ചിലവർ ഇറച്ചി മീനൊന്നും കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ പച്ചക്കറി ആക്കാം. എല്ലാം ചെറുങ്ങനെ അരിയണമെന്ന് മാത്രം. ഇതൊന്നും ഇല്ലെങ്കിൽ, അതായത് പച്ചക്കറിയും ഇറച്ചിയും മീനും ഒന്നും ഇല്ലെങ്കിൽ, ഞാൻ ഉള്ളിയും പച്ചമുളകും വഴറ്റിയില്ല, അതുപോലെ വഴറ്റിയിട്ട് നിങ്ങൾക്ക് ആ തേങ്ങ ഒതുക്കിയില്ലേ, തേങ്ങ ഒതുക്കിയിട്ടില്ലായിരുന്നോ ഞാൻ? ആ ഒതുക്കിയിട്ട് ആ തേങ്ങ മസാല മാത്രം ആക്കിയിട്ട് ഇതുപോലെ അടയുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മീനും ഇറച്ചിയും ഒന്നും വേണമെന്നൊന്നുമില്ല, തേങ്ങ മാത്രം ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇത് വേറൊരു രീതിയിൽ വേറെ മസാലക്കൂട്ടാക്കിയിട്ട് ഇതുപോലത്തെ അട ഉണ്ടാക്കിയിട്ടുണ്ട്. അത് യൂട്യൂബ് എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് താനും കേട്ടോ. അപ്പം അക്കുഡോസ് മേലെ കളിക്കാൻ പോയിരിക്കുവാണ്, ഗ്രൗണ്ടിൽ പോയതാണ്. ഫുട്ബോളാണ് ഇന്നത്തെ പരിപാടി. അക്കുഡൂസിന് ഫുട്ബോൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റുവാണെങ്കിൽ അവനെ കോച്ചിങ്ങിന് വിടണം എന്നൊക്കെയുണ്ട്. കാരണം റിഹാനും അതുപോലെ നന്നായി കളിക്കും. അവനിങ്ങനെ കോച്ചിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ട് പ്രശ്നമായപ്പോൾ അതൊക്കെ നിർത്തി. എന്നാലും അവനും ഇപ്പം കളിക്കും കേട്ടോ, നന്നായിട്ട് കളിക്കുവേ. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ ആയാലോ, സ്കൂളൊക്കെ ക്രിസ്മസ് വെക്കേഷൻ ആവാനായി. സ്കൂളിൽ അവന് പരിപാടിയുണ്ട്, നക്ഷത്രമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. 20-ാം തീയതി പരിപാടിയാണ്, തൊപ്പിയൊക്കെ വേണം. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ വെക്കേഷൻ എവിടെയും പോകുമൊന്നുമില്ല, കൂടിപ്പോയ നെതിയാൻ്റെ അവിടെ പോവും. ഇവിടെ നിന്നൊരു 3.5 കിലോമീറ്റർ 4 കിലോമീറ്ററിൻ്റെ അടുത്താണ്. പിന്നെ ദൂരത്തൊക്കെ എവിടെയെങ്കിലും വേണമെങ്കിൽ നദിയെ കൊണ്ടുപോകണം അങ്ങനെയാണ് പോവും. അല്ലാണ്ട് എവിടെയും പോയി നിൽക്കാനോ അങ്ങനെയുള്ള സ്ഥലമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളെ വീട് മാത്രം. ആരും ഇല്ലാത്തവർക്ക് പടച്ചോൻ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പടച്ചോനുണ്ട് കൂടെ തന്നെ എന്ന് വിശ്വാസമാണ്. എല്ലാവരെയും വിശ്വാസം അതല്ലേ. ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ശക്തി നമുക്ക് ചുറ്റും ഉണ്ടാവുമല്ലോ. നമ്മൾ ആര് പറ്റിച്ചാലും, നമ്മളെ ആര് ചതിച്ചാലും, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പടച്ചോൻ എന്തായാലും കൂടെ നിൽക്കും. ഏതാപത്തിലും നമ്മളെ കൂടെ നമ്മളെ പടച്ചോൻ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം ഉണ്ടാവുമല്ലോ, അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ അടയൊക്കെ ഇതുപോലെ പരുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? കമൻറ്റ് വഴി നിങ്ങളെ വിശേഷം ഇടയ്ക്ക് പറയും കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ആവി കയറ്റുവാണ്. ആവി കയറ്റിയിട്ട് അപ്പച്ചമ്പിൽ പുറത്താട്ടോ വെച്ചിരിക്കുന്നത്. അപ്പച്ചമ്പിൽ വെള്ളം വെച്ചു, എന്നിട്ട് ഞാൻ ഒരു വാഴയില വെച്ചു. ഇത് ആവിക്ക് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ഒരു 20 മിനിറ്റ് വേവിച്ചാൽ തന്നെ ഇത് വേവും കേട്ടോ. എല്ലാവർക്കും ഉള്ള സംശയമാണ് നമ്മൾ ആവിക്ക് വേവിക്കുമ്പോൾ എത്ര സമയം വെക്കണം എന്നൊക്കെ. ഇത് കണ്ടോ, കയ്യിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇത് ഈ അരിമാവ് കയ്യിൽ ഒട്ടാത്ത രീതിയിലാണെങ്കിൽ അത് വെന്തു എന്ന് അർത്ഥം കേട്ടോ. അപ്പോൾ ഇത് വെന്തു, കയ്യിലൊന്നും ഒട്ടുന്നില്ല, കണ്ടില്ലേ? അതും ഒന്നൊന്ന് വിട്ടാണ് കിടക്കുന്ന, അടയൊന്നും പൊട്ടിപ്പോയിട്ടില്ല. അപ്പം അട റെഡിയായിട്ടുണ്ട്, ഞങ്ങൾക്കുള്ളതായി. അപ്പം എന്താക്കുക, ഞങ്ങൾക്കുള്ള രാത്രി ഭക്ഷണമായിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ. ഞാനൊരു പ്രാവശ്യം അരി പൊടിക്കുന്നത് എങ്ങനെയാണെന്ന് ഇട്ട് തരാം. എല്ലാത്തിനുള്ള അരിയാട്ടോ പൊടിക്കുന്നത്, എല്ലാത്തിനുള്ള കൂട്ടാണ്. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വീണ്ടും വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബായ്.